ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിന്നൊരു തെരണ്ടി കിട്ടിയപ്പോൾ അതൊന്ന് വറുത്തരച്ചൊരു കറി വെക്കാനുള്ളൊരു തീരുമാനത്തിലാണ്. നിങ്ങളെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. 3 ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ തെരണ്ടിയിട്ട് 2 വശവും അങ്ങാടും ഇങ്ങാടും മറിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിനൊരു തൊലി പതുക്കെ പോയി തുടങ്ങിയാൽ കൈ പൊള്ളരുത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ പൊള്ളി. അപ്പോൾ അത് ഞാൻ അതെടുത്തിട്ട് അത് തന്നെ പാത്രത്തിൽ നിന്ന് എടുക്കണം. നല്ലോണമൊക്കെ അത്യാവശ്യമൊക്കെ ഇതേ നമ്മൾ നല്ല ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു കത്തിയ വെച്ച് അത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. 2 വശവും നല്ലോണം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട്, കാരണം കാക്കത്തരൻ്റെ എൻ്റെ വലിയ അത് കറുത്തിരിക്കുള്ളൂ. അപ്പുറവും ഇപ്പുറമൊക്കെ മറിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അത് ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ പീസാക്കി എടുക്കണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പവും ചെറുപ്പമൊക്കെ വെക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണം തന്നെയാണ് അത് ഇട്ടത്. എന്നിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് പീസായിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് നല്ലതുപോലെ കഴുകണം. നല്ല ഭംഗിയായിട്ട് കഴുകി അതിൻ്റെ ചോരയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി അത് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒരു തേങ്ങയാണ്. അത് വറുത്തരക്കാനുള്ളതാണ്. അപ്പോൾ അത് വറുത്തരച്ചെടുക്കണം ആ തേങ്ങ. എന്നിട്ട് ചട്ടി അടപ്പത്ത് വെച്ച് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ആ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയുള്ള അപ്പോൾ അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിമ്മിലിടണം തീ. ഞാൻ കുറച്ച് കൂടി പോയി തീ ഇട്ടപ്പോൾ ഒന്ന് സിമ്മിൽ ഇപ്പോൾ ഏകദേശമൊക്കെ തേങ്ങ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കതിൽ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ വേപ്പില, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, ഇതെല്ലാം, കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഇവിടെ ഉണ്ടായിരുന്നില്ല. കുരുമുളകും എല്ലാം കൂടി ഇട്ട് വറവ് റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് കാശ്മീരി മുളകും ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലോണം വറുത്ത് നമ്മൾ സെറ്റായി വറുത്തൊക്കെ അതിനകത്ത് വറുത്ത് കഴിഞ്ഞ് നമ്മളത് പാത്രത്തിലോട്ട് കോരി മാറ്റണം. കോരി മാറ്റി ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത്രയും വലിയ തരണ്ടിയാണെങ്കിൽ അത്രയും എടുക്കുക, ചെറുതാണെങ്കിൽ കുറച്ച് കുറക്കട്ടെ. നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പം അതിൻ്റെ അടുക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഉള്ളിയാണ് ഞാൻ എടുത്തതാണ്, സവാളയല്ല, ഉള്ളിയാണ്. പിന്നെ ചട്ടിയടപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ വെച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉലുവ ഇടണം. ആദ്യം ഉലുവ അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പൂൺ കടുക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മരിഞ്ഞ് വെച്ചാൽ ഉള്ളി ഒരു 150 ഗ്രാം ഉള്ളികൾ കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്തായാലും 150 ഉള്ളി ഒന്ന് വയറ്റി വരുമ്പോൾ തന്നെ വെളുത്തുള്ളി കുറച്ച് നമ്മൾ ഈ തേങ്ങ വറുത്തലിട്ടതാണ്. ബാക്കിയുള്ള വെളുത്തുള്ളി കുറച്ച് ചതച്ചിടുകയാണെങ്കിലും ടേസ്റ്റാണ്. ചതക്കാൻ പറ്റിയില്ല, രാത്രി ആയാലും അത് ചതക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരുമാതിരി വഴറ്റിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ കുറച്ച് വേപ്പില, അത് ഞെട്ടുപൊടി തന്നെയാണ് ഇടേണ്ടത്. ഞെട്ടുപൊടി തന്നെ വേപ്പില ഇട്ട് അടർത്തിയൊന്നുമില്ല, നല്ല വേപ്പില നമ്മുടെ വീട്ടിലുണ്ടായതാണ്. പിന്നെ ഒരു 7 കഷ്ണം പുളി നല്ല കഴുകിയെടുത്ത് ആ വെളിച്ചെണ്ണയിൽ തന്നെ അത് വഴറ്റണേന്. ചവർപ്പൊന്നുമില്ലാത്ത പുളിയാണ്, നല്ല പുളിയാണ്. അതൊക്കെ ഒന്ന് വഴറ്റി അത് ഏകദേശമൊക്കെ ഒന്ന് അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി കാരണം വെളിച്ചെണ്ണ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. കാരണം തേങ്ങ വറുത്തതിലൊരു കണ്ടമാനം വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഏകദേശം അത് കഴിഞ്ഞപ്പോൾ അത് മൂത്ത് കഴിഞ്ഞപ്പോൾ വറുത്തരപ്പ്, ആ തേങ്ങ വറുത്തരച്ചത് അത് ഫുള്ള് ഇട്ടില്ല കേട്ടോ. 2 സ്പൂൺ അത് കുറച്ചാണ് ഇട്ടത്. കാരണം അത്രയും വലിയ തരണ്ടിയാണെങ്കിലും അരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പീസൊക്കെ എനിക്ക് കളയേണ്ടി വന്നു. കാരണം നമുക്ക് തൃപ്തിയാവാത്ത കഷ്ണങ്ങളൊക്കെ ഞാൻ കളഞ്ഞു. എന്തായാലും അതിൽ 1 കപ്പ് വെള്ളവും കൂടിയായിട്ട് ഒഴിച്ച് തിളച്ച് നല്ലവണ്ണം അതൊന്ന് തിളക്കണ വരെ വെള്ളമൊഴിച്ച് നല്ല ഭംഗി തിളച്ചങ്ങോട്ട് കഴിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ കൂടിപ്പോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറഞ്ഞാൽ പിന്നെ കുറച്ചിട്ട് കൊടുക്കാമല്ലോ. അതിൻ്റെ ഉപ്പിട്ട് അപ്പോൾ അത് തിളാന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച തെരണ്ടി കഷ്ണങ്ങളൊക്കെ ഇറക്കി അതിൽ വെച്ച് നല്ല പീസുകളാണ് ഞാൻ ആദ്യം ഇട്ടത്. പിന്നെ എല്ലാ പീസും വാങ്ങിയിട്ട് ഇനി അതൊന്നും ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ പീസും അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു
കാരണം കുറച്ച് സമയം കൂടി കഴിയണം, അത് തിളച്ച് തുടങ്ങിയിട്ടുള്ളൂ. കാരണം കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തിരിഞ്ഞ് നിന്നുള്ളത് കറി തന്നെ ഒരു ഗ്ലാമർ ആവുള്ളൂ. ഓ, നമ്മുടെ ഏകദേശം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നല്ല ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ട്. അത് വേണ്ട കറിയൊക്കെ അത് ആ തള നിന്ന് കഴിയുമ്പോഴുണ്ടല്ലോ ആ വെളിച്ചെണ്ണയൊക്കെ തിരിഞ്ഞ് വരും. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേപ്പല, വെറുതെ പച്ച വേപ്പല വീട്ടിലുണ്ടായ കാരണം അതും കൂടി കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഏകദേശം കറിയൊക്കെ റെഡി. ഇതെൻ്റെ 2 ഫ്രണ്ടാണ്, വീടിൻ്റെ അടുത്തുള്ള 2 പേരാണ്. അത് കാരണം അവരതിൽ പോയപ്പോൾ ഒരു മണം കേട്ടിട്ട് വന്നതാണ്. പിന്നെ അവരുടെ കരണ്ടി കയറി വെച്ചിട്ടുണ്ടായിട്ട് വാഹനം. അപ്പോൾ ചോറ് എടുക്കട്ടെ വെച്ചപ്പോൾ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ് നല്ല കറി കുറച്ച് കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞാട്ടോ കേട്ടോ. ഒരു ഏകദേശം ഒരു ഭക്ഷണം കഴിച്ചു. ഞായറാഴ്ചയല്ല, അപ്പോൾ 2 ചെറുതൊക്കെ അടിച്ചിട്ട് സന്തോഷം. അവരങ്ങനെയൊന്നും കഴിക്കാറൊന്നുമില്ല. ഞായറാഴ്ച ചെറുതൊക്കെ കഴിച്ച് സന്തോഷത്തോടുന്നില്ല. അപ്പോൾ എനിക്കെല്ലാവർക്കും ഞങ്ങളുടെ സത്യപുള്ളി പറയാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും